കറിവേപ്പില ഇല്ലാതെ പറ്റേയില്ല. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില എടുത്ത് പുറത്ത് കളയും, അതുപോലെ കറിവേപ്പില പോലെ പുറത്ത് കളയും. ഇങ്ങനെയൊക്കെ പഴഞ്ചൊല്ല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കറിവേപ്പിലയുടെ ഔഷധ ഗുണം ചെറുതൊന്നും അല്ല കേട്ടോ, വലിച്ചെറിയരുത് ഒരിക്കലും. ആരോഗ്യത്തിൽ ഏറ്റവും നല്ലത്, അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിലും കറിവേപ്പിലയ്ക്ക് ചെറുതൊന്നും അല്ല പങ്ക്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് പോഷകങ്ങൾ അടങ്ങി വന്ന് കറിവേപ്പിലയുണ്ട്. അതുകൂടാതെ മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത്, ഉള്ളു കുറയുന്നത് ഒക്കെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങളാണ്. സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് കറിവേപ്പില കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും എന്നാണ് പറയുന്നത്. മുടിക്ക് നീളമുണ്ടോ, അത് കുറവാണോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാർക്കറ്റിലുള്ള മറ്റെന്തിനേക്കാളും നല്ലത് നമ്മുടെ തൊടിയിലുള്ള കറിവേപ്പിലയാണ്. 2-3 തണ്ട് കറിവേപ്പില ഒടിച്ചെടുത്ത് എണ്ണ കാച്ചിയോ മുടിപ്പുറമേ പുരട്ടിയോ ഒക്കെ നല്ല രസമായിട്ട് നമുക്ക് മുടി സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില. നമ്മുടെ കറിയിൽ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് വേണ്ട ഒന്നാണ് കറിവേപ്പില. അതുപോലെ ബാംഗ്ലൂർ നമ്മൾ കുറച്ച് പൈസയ്ക്ക് നിറയെ ഇലകൾ കിട്ടുന്നൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. 10 രൂപയ്ക്ക് മേടിച്ചാൽ നിറയെ കറിവേപ്പില കിട്ടും കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും നിറയെ കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട്. മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ബീറ്റാ കാരോട്ടിൻ സമ്പുഷ്ടമായ ഒന്നാണ് കറിവേപ്പില. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ മുടി വളർച്ചയെ ഒരുപാട് ത്വരിതപ്പെടുത്തുകയും ആരോഗ്യവും തിളക്കമൊക്കെ നൽകുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും കറിവേപ്പില എടുത്ത് കളയരുത്. മിക്കവാറും അരയ്ക്കാൻ പറ്റുന്ന കറികളിലൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരയ്ക്കുക. അതുപോലെ കറിവേപ്പില എണ്ണ വളരെ നല്ലതാണ്. 200 ഗ്രാം വെളിച്ചെണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം 15 മുതൽ 20 തണ്ട് വരെ കറിവേപ്പില ചേർത്ത് ആ കറിവേപ്പില സത്ത് എണ്ണയിൽ ഇറങ്ങുന്നവരെ തീയിൽ ചൂടാക്കി അത് പച്ച നിറമാകുമ്പോൾ തീ അണയ്ക്കാം. അതിനുശേഷം ഈ എണ്ണ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചിട്ട് ആഴ്ചയിൽ 3 തവണ എണ്ണ തേച്ച് തലയോട്ടിൽ പിടിപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ നല്ലത്. അതുപോലെ തന്നെ ഹെയർ മാസ്ക്, ഈ കറിവേപ്പില എണ്ണ കാച്ചാൻ അസൗകര്യമുള്ളവർക്ക് കറിവേപ്പില ഹെയർ മാസ്കായിട്ട് ഉപയോഗിക്കാം. 15 മുതൽ 20 വരെ കറിവേപ്പില തണ്ടുകൾ എടുത്തിട്ട് 4-5 സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. കട്ടിയുള്ള പേസ്റ്റ് ആകുന്നവരെ അരയ്ക്കണം. ഈ മിശ്രിതം തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഉണങ്ങി തുടങ്ങുമ്പോൾ ഇത് കഴുകിക്കളയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും വലിച്ചെറിയേണ്ട ഒന്നല്ല നമ്മുടെ കറിവേപ്പില. ആഹാരം പാചകം ചെയ്യുമ്പോൾ കറിവേപ്പില ഉപയോഗിക്കുമെങ്കിലും മിക്കവാറും ആൾക്കാർ അത് കഴിക്കാറില്ല. നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ, അതിൽ വിഷമൊന്നുമില്ലല്ലോ. അതുപോലെ കറിവേപ്പിലയുടെ 10 ഗുണങ്ങളുണ്ടല്ലോ, അതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാര്യം ഈ കറിവേപ്പില പരിഹരിക്കുന്ന മുടി പ്രശ്നങ്ങൾ, മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തും. 2-മതായി മുടി പൊട്ടിപ്പോകുന്നത് തടയും. 3-മതായി മുടി കൊഴിച്ചിലില്ലാതാക്കും. 4-മത് മുടിയുടെ ഈർപ്പം നിലനിർത്തും. 5-മതായി മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകും. 6-മതായിട്ട് തലയോട്ടിയെ ശുദ്ധമാക്കും. 7-മതായിട്ട് താരനകറ്റും. 8-മത് മുടിക്ക് പുതുജീവൻ നൽകും. 9-മത് മുടിവേരുകളെ ശക്തിപ്പെടുത്തും. 10-മതായിട്ട് ശിരോചർമ്മത്തിന് മൃദുകോശങ്ങളെ അകറ്റും. ഇത്രയൊക്കെ ഗുണങ്ങളുള്ള കറിവേപ്പിലയാണ് നമ്മൾ ഈസി ആയിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്നത്. അപ്പോൾ കറിവേപ്പില ഇനി മുതൽ അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയരുത്. കറിവേപ്പില ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് ഒന്നാണ്. അതുകൊണ്ട് കറിവേപ്പില മിക്കവാറും കഴിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഹെയർ പാക്ക് ആക്കുക. അതുപോലെ തന്നെ വലിച്ചെറിയാതെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ചെറുനാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കുക. അതും ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ജ്യൂസാണ്. അതുപോലെ തന്നെ സംഭാരം തയ്യാറാക്കുമ്പോൾ കുറച്ച് അധികം സംഭാരത്തിനൊരു ചെറിയ പച്ചക്കളർ വരുന്ന മാതിരി തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അരയ്ക്കുന്ന കറിയിലൊക്കെ ഇതും കൂടെ ഒന്ന് അരച്ച് ചേർക്കുക. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ചതയ്ക്കുമ്പോൾ അതിനൊപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കറിവേപ്പില ചതച്ച് നോക്കിയേ, ആ തോരൻ്റെ ടേസ്റ്റും കൂടും, കറിവേപ്പില നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും, ഒരിക്കലും എടുത്ത് കളയുകയില്ല. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കറിവേപ്പില ഒരിക്കലും എടുത്ത് കളയേണ്ട ഒന്നല്ല, കറിവേപ്പില എപ്പോഴും ഉള്ളിലേക്ക് കഴിക്കേണ്ട ഒന്നാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.